ദൗർഭാഗ്യമെന്ന് മറ്റുള്ളവർ പറഞ്ഞപ്പോൾ അവൾ അതിനെ അവസരമായി കണ്ടു. ബലഹീന എന്ന് വിളിച്ചവർക്ക് ശക്തി കാട്ടിക്കൊടുത്തു. വികലാംഗ എന്ന് പറഞ്ഞവർക്ക് ഭിന്നശേഷിക്കാരിയായി സ്വയം തിരുത്തി അവൾ. കഴിവുകേടുകൾ മാത്രം കണ്ടവരെ കഴിവുകൾ കൊണ്ടവൾ വിസ്മയിപ്പിച്ചു. ശരീരത്തിലെ വൈകല്യങ്ങളും വൈകൃതങ്ങളുമെല്ലാം അവസരവും ശക്തിയും കഴിവുമാക്കി മാറ്റിയവൾ. ഇന്ന് ഞാൻ പറയുന്നത് ശരീരത്തിനും മനസ്സിനുമേറ്റ കഠിനമായ ദുരന്തങ്ങളെ ഏറ്റുവാങ്ങി കാലത്തിനെ മനഃശക്തി കൊണ്ട് തോൽപ്പിച്ച മുനീബ മസാരിയുടെ കഥയാണ്. മുനീബ ജനിച്ചത് 1987 മാർച്ച് 3 പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലുള്ള ബലൂചിസ്ഥാനിലായിരുന്നു. അവളുടേത് ഒരു തികഞ്ഞ യാഥാസ്ഥിക കുടുംബമായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ തന്നെ അവളുടെ സ്വപ്നങ്ങൾക്ക് പിതാവ് ചങ്ങലയിട്ടു. സ്വന്തം നാട്ടിലെ സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി. അവൾക്ക് കുട്ടിക്കാലം മുതലേ ചിത്രരചന വളരെയധികം ഇഷ്ടമായിരുന്നു. അവളുടെ ആഗ്രഹവും സ്വപ്നവുമെല്ലാം ചിത്രകാരിയാകുക എന്നതായിരുന്നു. സാമൂഹിക സാഹചര്യം കൊണ്ട് ഉയർന്ന വിദ്യാഭ്യാസത്തിന് പിതാവ് സമ്മതിച്ചില്ല. 18-ാം വയസ്സിൽ അവൾക്കിഷ്ടമില്ലാതെ അവളുടെ വിവാഹം നടത്തി. അതോടെ കൂടുതൽ പഠിക്കണമെന്ന് ചിത്രകാരിയാകണമെന്ന ആഗ്രഹവും നിലച്ചു. ആ വീട്ടിലെ 4 ചുവരുകൾക്കുള്ളിൽ തന്റെ ജീവിതം അവസാനിച്ചു എന്നവൾക്ക് മനസ്സിലായി. എന്നാൽ വിധി അവൾക്ക് കരുതി വച്ചത് മറ്റൊരു കഠിനമായ പരീക്ഷയായിരുന്നു. 2008 21-ാം വയസ്സിലാണ് അവളെ തകർക്കുകയും തളർത്തുകയും ചെയ്ത അപകടം നടന്നത്. വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷങ്ങൾ മാത്രം. പാകിസ്ഥാൻ എയർഫോഴ്സിലെ പൈലറ്റായ ഖുറാം ഷംസാദും ഭാര്യയും സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ടു. കൊക്കയിലേക്ക് മറിഞ്ഞ കാറിൽ നിന്ന് ഖുറാം സാഹസികമായി രക്ഷപ്പെട്ടു. പക്ഷേ മുനീബ കാറിനൊപ്പം കൊക്കയുടെ ആഴങ്ങളിലേക്ക് വീണുപോയി. ഖുറാം ഉറങ്ങിപ്പോയതായിരുന്നു അപകട കാരണം. അവളെ ആശുപത്രിയിൽ എത്തിച്ചത് ഗുരുതരമായ പരിക്കുകളോടെയായിരുന്നു. പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർമാർ അവളുടെ ബന്ധുക്കളോട് പറഞ്ഞു, രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. തോളല്ലും വാരിയല്ലുമെല്ലാം ഒടിഞ്ഞു. കരളിനും ശ്വാസകോശത്തിനുമെല്ലാം ഗുരുതരമായ പരിക്കുണ്ട്. ആഴ്ചകൾക്ക് ശേഷം തീവ്രപരിചരണ വിഭാഗത്തിൽ കണ്ണു തുറന്ന മുനീബയെ കാത്തിരുന്നത് ഹൃദയം തകർക്കുന്ന വാർത്തകളായിരുന്നു. ഒരു ദിവസം ഡോക്ടർ മുനീബയുടെ അടുത്തു വന്നിരുന്നു. വളരെ വിഷമത്തോടെ പറഞ്ഞു, നിനക്കൊരു കലാകാരിയാകണമെന്നതായിരുന്നു ആഗ്രഹമെന്ന് എനിക്കറിയാം. എന്നാൽ ഇനി ഒരിക്കലും നിനക്കതിന് കഴിയില്ല. ഒരു പേന പോലും എടുക്കാൻ നിന്റെ കൈകൾക്കിനി സാധിക്കില്ല. മുനീബ പതിയെ കണ്ണുകൾ അടച്ചു. പിന്നെ പുഞ്ചിരിച്ചു. ഡോക്ടർ തുടർന്നു, നട്ടെല്ലിനേറ്റ പരിക്ക് ഗുരുതരമായതിനാൽ നിനക്കിനി എഴുന്നേറ്റ് നടക്കാനും കഴിയില്ല. അവളുടെ കണ്ണിലെ നനവ് ഡോക്ടർ കണ്ടു. പക്ഷേ അവളുടെ മുഖത്താ പുഞ്ചിരി അപ്പോഴും ഉണ്ടായിരുന്നു. നട്ടെല്ലിനേറ്റ നിന്റെ പരുക്ക് അതീവ ഗുരുതരമായതിനാൽ നിനക്കൊരിക്കലും അമ്മയാകാനും കഴിയില്ല. ഡോക്ടറുടെ ശബ്ദം അവളുടെ ഹൃദയം തകർത്തു. അവൾ ആകെ തകർന്നു. ഉള്ളിൽ നിന്നും ഒരു മിന്നൽ പിണർ ശരീരം മുഴുവൻ ഇരച്ചു കയറി. ഹൃദയം തകർന്നവൾ കരഞ്ഞു. ദിവസങ്ങളോളം അവൾ നിശബ്ദയായി. മനോവധയ്ക്കുള്ള കാരണങ്ങൾ പിന്നെയും ഉണ്ടായി. ശരീരവും മനസ്സും തകർന്ന അവളെ ഭർത്താവ് ഖുറാം ഉപേക്ഷിച്ചു. അയാൾ കാരണമായിരുന്നു ആ അപകടം. എന്നിട്ടും അയാൾ അവളെ ഉപേക്ഷിച്ചു ഒറ്റയ്ക്കാക്കി. ആശുപത്രിയുടെ 4 ചുവരുകൾ അവൾ വെറുത്തു. ചിത്രകാരിയാകാൻ മോഹിച്ച ഭൂതകാലത്തിലെ മുനീബ എന്ന കൊച്ചു പെൺകുട്ടി അവളെ നിരന്തരം വേട്ടയാടി. ഒരു ദിവസം അവൾ അമ്മയോട് ക്യാൻവാസും നിറങ്ങളും ബ്രഷും ആവശ്യപ്പെട്ടു. വേദന കടിച്ചമർത്തി ഒരു വിധത്തിൽ ബ്രഷ് കയ്യിലെടുത്തു. മനസ്സിൽ തോന്നിയ പോലെ വരച്ചു. തന്നെ തകർത്ത കാലത്തിന് അവൾ ഏൽപ്പിച്ച ആദ്യ പ്രഹരമായിരുന്നു അത്. മരുന്നുകളെക്കാൾ നിറങ്ങൾ അവൾക്ക് ആശ്വാസവും കരുത്തും പകർന്നു. മാസങ്ങൾക്ക് ശേഷം ആശുപത്രി വിട്ട് വീട്ടിലെത്തിയെങ്കിലും ശരീരം അവളെ തോൽപ്പിച്ചുകൊണ്ടിരുന്നു. പുറമെല്ലാം പൊട്ടിത്തുടങ്ങി. അടിക്കടിയുണ്ടായ അണുബാധയിലും അലർജിയിലും അവൾ നന്നേ ബുദ്ധിമുട്ടി. 2 വർഷത്തോളം കിടക്കയിൽ. ഒരിക്കലും എഴുന്നേൽക്കാൻ കഴിയില്ലെന്ന് കരുതിയ ദിനരാത്രങ്ങൾ. പക്ഷേ തകർന്ന ശരീരത്തെ മനസ്സിന്റെ കരുത്തിൽ അവൾ ചലിപ്പിച്ചു. പതിയെ പതിയെ വീൽചെയറിലിരുന്നു. കണ്ണാടിയിൽ തന്റെ രൂപം കണ്ടവൾ പൊട്ടിക്കരഞ്ഞു. വീൽചെയറിലിരുന്ന് അവൾ ഒരു തീരുമാനമെടുത്തു. എനിക്ക് മരിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ ജീവിച്ചു കാണിക്കണം. അവൾ തന്റെ വീൽചെയറിനെ അംഗീകരിച്ചു തുടങ്ങി. വീൽചെയറിലിരുന്ന് യാത്ര ചെയ്യുവാൻ അവൾ തയ്യാറെടുത്തു. ഒരു ദിവസം അവൾ കണ്ണാടിയിൽ നോക്കി അണിഞ്ഞൊരുങ്ങി ലിപ്സ്റ്റിക് ഇട്ടു. സ്വന്തം രൂപം നോക്കി അവൾ പൊട്ടിക്കരഞ്ഞു. പിന്നെ ലിപ്സ്റ്റിക് മായിച്ചു കളഞ്ഞു. വീൽചെയറിലിരിക്കുന്ന ഒരു യുവതി അണിഞ്ഞൊരുങ്ങിയാൽ സമൂഹം എന്ത് വിചാരിക്കും എന്നതായിരുന്നു അവളെ അതിന് പ്രേരിപ്പിച്ചത്. പക്ഷേ രണ്ടാമതും അവൾ ലിപ്സ്റ്റിക് ഇട്ടു. ഇപ്രാവശ്യം അവൾ അത് ചെയ്തത് അവൾക്കു വേണ്ടിയായിരുന്നു. അന്ന് മുതൽ മുനീബ അവളുടെ ഭയങ്ങളോട് പൊരുതാൻ തുടങ്ങി. വീട്ടിലെ 4 ചുവരുകൾക്കുള്ളിൽ നിന്നും മുറ്റത്തേക്ക്, പിന്നെ പുറത്തേക്ക്, പൊതുസ്ഥലങ്ങളിലേക്ക്. നട്ടെല്ല് തകർന്നെങ്കിലും തന്റെ ആത്മാവ് തകർന്നിട്ടില്ലെന്നവൾ ലോകത്തിന് കാണിച്ചു കൊടുത്തു. സംസാരിക്കാനും മറ്റുള്ളവർക്ക് വെളിച്ചമാകാനും അവൾ തീരുമാനിച്ചു. ചിത്രങ്ങൾ വരച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു. അവളുടെ ചിത്രങ്ങൾക്ക് ആവശ്യക്കാർ കൂടി വന്നു.
ഫൈൻ ആർട്സിൽ നിന്നും ബിരുദം നേടി സ്വന്തമായി ഒരു ആർട്ട് അക്കാദമി തുടങ്ങുകയും ചെയ്തു മുനീബ. കരുത്തും ക്ഷമയും ഊർജവും ആത്മവിശ്വാസവുമെല്ലാം അവളെ പ്രശസ്തയാക്കി. എങ്കിലും അമ്മയാകാൻ കഴിയില്ലെന്ന ഡോക്ടറുടെ വാക്കുകൾ അവളെ നിരന്തരം വേട്ടയാടി. ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ അവൾ തീരുമാനിച്ചു. അങ്ങനെ നൈൽ എന്ന ആൺകുഞ്ഞ് അവളെ അമ്മയാക്കി. അവനെ കണ്ട ദിവസം പ്രസവവേദന എന്താണെന്ന് താനറിഞ്ഞു എന്ന് മുനീബ പറയുന്നു. മോഡലിംഗിലും ആങ്കറിംഗിലും അവൾ തന്റെ സാന്നിധ്യം അറിയിച്ചു. ഇന്ന് മുനീബ ലോകം മുഴുവൻ അറിയപ്പെടുന്ന മോട്ടിവേഷണൽ സ്പീക്കറാണ്. ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനവും വഴിവിളക്കുമാണ്. പാകിസ്ഥാനിലെ ആദ്യ ഗുഡ്വിൽ അംബാസഡറായി മുനീബയെ നിയമിച്ചത് UN സംഘടനയാണ്. BBC 2015 കണ്ടെത്തിയ മികച്ച 100 വനിതകളിലൊരാൾ മുനീബയായിരുന്നു. ഫോർബ്സ് മാസികയുടെ 30 Under 30 അവൾ ഇടം പിടിച്ചു. മുനീബയുടെ ജീവിതം അക്ഷരാർത്ഥത്തിൽ നമുക്കെല്ലാം ഒരു പാഠമാണ്. കഠിനമായ തീക്ഷ്ണമായ പോരാട്ടത്തിന്റെ കഥ. നമ്മുടെയെല്ലാം ജീവിതം ഒരു സിനിമയാണെങ്കിൽ അതിന്റെ ക്ലൈമാക്സ് ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയാവില്ല. പക്ഷേ അതിനെ മാറ്റിയെഴുതാൻ കഴിയുമെന്ന് മുനീബയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ കുറവുകൾ നമ്മുടെ കരുത്താവണം. ലോകത്തെ മറ്റൊരു കാഴ്ചപ്പാടിലൂടെ കാണാനുള്ള അവസരമാക്കി അവൾ തന്റെ വീൽചെയർ ജീവിതം. ഡോക്ടർമാർ അസാധ്യമെന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം മുനീബ സാധ്യമാക്കി. സുഹൃത്തുക്കളെ, നമ്മുടെ മുറിവുകൾ കുറവുകളല്ല, മറിച്ച് നമ്മൾ ജീവിതത്തോട് എത്രത്തോളം പോരാടി എന്നതിന്റെ അടയാളങ്ങളാണ്. ഒരു വാതിൽ അടയുമ്പോൾ ദൈവം മറ്റൊരു വാതിൽ തുറന്നു തരും. മുനീബ മൻസാരിയുടെ ജീവിതം നൽകുന്നത് ലളിതമായ സന്ദേശങ്ങളല്ല, തീക്ഷ്ണമായ അനുഭവ പാഠങ്ങളാണ്. ലോകം നമ്മെ നോക്കി നിനക്കിതിന് കഴിയില്ല എന്ന് പറയുമ്പോൾ എനിക്കിതിന് കഴിയില്ല എന്നല്ല, മറിച്ച് ഞാനിത് ചെയ്തു കാണിക്കാൻ പോവുകയാണെന്ന് ചിരിച്ചുകൊണ്ട് മറുപടി പറയുക.